രാജ്യത്ത് വർഗീയത അതിൻ്റെ ഏറ്റവും മൂർത്തമായ രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നാട്ടിലെ മുസ്ലിങ്ങളെ നോക്കി നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയോട് പറയുന്നത് നിങ്ങൾ ഇറ്റലിയിലേക്ക് പോകൂ എന്നാണ്. അങ്ങനെ ഓരോ മതവിഭാഗങ്ങളോടും ഓരോ വർഗങ്ങളോടും നിങ്ങൾ ഇവിടം വിട്ട് പോകൂ എന്ന് നിങ്ങൾ പറയുന്നു. അതേസമയം തന്നെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പോലുള്ള സ്ഥലങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കേണ്ടതാണെന്ന് മറ്റൊരു വശത്തു കൂടെ പറയുന്ന വാക്കുകളും അതിൻ്റെ അർത്ഥവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിൻ്റെ അന്തസത്ത എന്താണ് എന്ന് മനസ്സിലാക്കാതെ വായിൽ വരുന്നത് എന്തൊക്കെയോ പറയുന്ന കുറേ ഭരണാധികാരികളെ മാത്രമാണ് നമ്മൾക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കാണാൻ കഴിഞ്ഞത്. 2019 ശേഷമാണ് ഏറ്റവും മൂർത്തമായ രീതിയിലേക്ക് ഇന്ത്യയുടെ ഭരണ സംവിധാനം ഒരു മതത്തിൻ്റേതാക്കി മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ ചടങ്ങുകളിലും ഒരു പൂജാരിയെപ്പോലെ പോയി നിൽക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണേണ്ടി വന്നു. ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ അതൊരു ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണോ പൂജയാണോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ചെങ്കോലുമായി എത്തുന്ന കുറേ ആൾക്കാർ അവിടേക്ക് കയറി വരുന്നു. എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആ ചടങ്ങിൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായില്ല. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമ്മളിത് കണ്ടു. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ മതേതരമായ ഒരു സംവിധാനം മുഴുവൻ ഇന്ത്യ ഒരു മതരാഷ്ട്രമാണ് എന്ന തോന്നലിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഈ കഴിഞ്ഞ 5 വർഷത്തെ BJP സർക്കാർ വല്ലാത്ത ഒരു നിർബന്ധ ബുദ്ധിയാണ് കാണിച്ചിരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ ജയിച്ചു പോകാൻ കഴിയില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്ന കാഴ്ച നമ്മൾക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാണാൻ കഴിയും.